അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിൽ മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ഒരു കൊല്ലത്തിൽ 7 രാത്രി നമ്മുടെ വീടിൻ്റെ ഉമ്മറപ്പടിക്കൽ വന്നുകൊണ്ട് നമ്മളോട് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. വല്ലതും തരണേ എന്ന് പറഞ്ഞു തെണ്ടി വരുന്നുണ്ട്, യാചിച്ച് വരുന്നുണ്ട് എന്ന വാദം തനിച്ച ഷിയാക്കളുടെ വാദമാണ്. ആ വാദമാണ് കേരള ഷിയാക്കളായ ഈ സമസ്തക്കാരനായ ഈ ബാക്കവി അടക്കമുള്ള ആളുകൾ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തിരിച്ചറിയുക. അത്തരത്തിലുള്ള ആളുകളുടെ അത്തരം സംസാരങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുക. സത്യം സത്യമായി മനസ്സിലാക്കുക, അത് പിൻപറ്റുക. അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് തള്ളിക്കളയുക. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പ്രിയമുള്ള വിശ്വാസികളെ, പ്രിയമുള്ള മുസ്ലിം സമുദായമേ, എല്ലാവരും ഇത് നല്ലപോലെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു മരണപ്പെട്ടതിൻ്റെ ശേഷം മരണപ്പെട്ടവരുടെ റൂഹ് വീട്ടിലേക്ക് വരും, വീട് പരിസരത്തിൽ അലഞ്ഞു വരും, അവരെന്തോ പ്രതീക്ഷിച്ച് വരും, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് അദ്ദേഹം പറയുമ്പോൾ നല്ല പോലെ മനസ്സിലാക്കാം. പറയുന്നു, അതിന് നിങ്ങൾ കേൾക്കണം. അതുകൊണ്ടുണ്ടാകുന്ന അവസ്ഥ എന്താണ്, അതുപോലെയുള്ള വിശ്വാസം ശരിയാണോ എന്ന് നമ്മൾ സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് അത് കേൾക്കുക. ഒരു വിശ്വാസി മരണപ്പെട്ടാൽ ഒരു മാസക്കാലം അവന്റെ റൂഹ് അവന്റെ വീടിന്റെ ചുറ്റുമിങ്ങനെ കറങ്ങി നടക്കുമെന്നാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യ, ഒറ്റപ്പെട്ടുപോയ മക്കള്, സങ്കടപ്പെടുന്ന വാപ്പ, പൊട്ടിക്കരയുന്ന ഉമ്മ, സങ്കടപ്പെട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറ് ക്രിക്കറ്റ് കളിക്കാറ്, ഫുട്ബോൾ കളിക്കാറ്, ഇരിക്കുന്ന കൂട്ടുകാര്, എല്ലാവരെയും അത് കാണുമെന്നാണ്. ഞാൻ ബാക്കി വെച്ചിട്ട് പോയതെല്ലാം ആത്മാവ് നോക്കുമെന്നാണ്. എന്റെ സമ്പത്ത് എന്ത്, മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുകയാണ്. വാപ്പ ഒരുപാട് സമ്പാദിച്ചു വെച്ചിട്ട് പോയി, തന്റെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കുമത്രേ, തന്റെ പ്രിയപ്പെട്ട കുടുംബം എന്ത് ചെയ്യുന്നു എന്ന് നോക്കുമത്രേ. അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അങ്ങനെ വീടിന്റെ ചുറ്റും കറങ്ങിയിട്ട് മടങ്ങിപ്പോയി, വീണ്ടും തിരിച്ചു വരും. 1 വർഷം വരെ, 1-ാമത്തെ ആണ്ട് തികയുന്നതുവരെ ആത്മാവിന് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് എല്ലാവരെയും കാണണമെന്ന് ആഗ്രഹം അള്ളാനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീട്ടിലൊക്കെ ഈ CCTV വെച്ചിരിക്കുമല്ലോ, മൊബൈലിലൂടെ വീടിന്റെ ക്യാമറ കാണാൻ പറ്റുമല്ലോ. ഞാനിങ്ങനെ വണ്ടിയിലും ട്രെയിനിലൊക്കെ ഇരുന്ന് അതിങ്ങനെ ഓണാക്കുമ്പോ, എന്റെ മക്കള് വീടിന്റെ ഫ്രണ്ടിൽ കളിക്കുമ്പോ, എന്റെ വീടിന്റെ അകത്ത്, എന്റെ വീടിന്റെ പുറത്ത് ആളുകൾ വന്ന് നിൽക്കുമ്പോ, മക്കള് തല്ലുകൂടുമ്പോ, അവരോടുമ്പോ, ഭാര്യ വന്ന് മകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, ആ ക്യാമറയിലൂടെ, മൊബൈലിലൂടെ ഞാനിങ്ങനെ നോക്കുമ്പോ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിക്കലുണ്ട്, അല്ലാഹുവേ, ഞാൻ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോഴും എനിക്കിതുപോലെ കാണാൻ കഴിയുമല്ലോ. സ്വഹീഹായ ഹദീസാണ്. ബഹുമാനമുള്ളവരെ, ഇത് എത്ര യാഥാർത്ഥ്യമാണ്, എത്ര ശരിയാണ്, ഹദീസിലുള്ളതാണോ, ഖുർആനിൽ പറഞ്ഞതാണോ, മുത്തുനബിയുടെ വചനമാണോ? ഹദീസ് എന്നാൽ അതല്ലേ, മുത്തുനബിയുടെ വചനം, അതാണ് ഹദീസ്. അപ്പോൾ അതിൻ്റെ ചർച്ച ഉലമാക്കൾ നല്ല പോലെ അതിനെ ചിന്തിച്ചും പഠിച്ചും അതിനെ നല്ലപോലെ പ്രചരിപ്പിക്കേണ്ടതാണ്. ജനങ്ങളെ
അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാതിരിക്കാൻ, അത് സത്യമാണെങ്കിൽ മാത്രമേ സത്യം, അത് യാഥാർത്ഥ്യമാണെങ്കിൽ മാത്രം, അതുപോലും ജനങ്ങൾ ഭയപ്പെടുന്ന രീതിയിലുണ്ടെങ്കിൽ, ജനങ്ങൾ അതുകൊണ്ട് സത്യമാണെങ്കിൽ പോലും ജനങ്ങൾ അതുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക് പോകുമെന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ പ്രചരിപ്പിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ പഠനമുള്ളവരും നല്ലപോലെ പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാം ഒരു ദുആ ചെയ്യാൻ വേണ്ടി, ഒരു മജ്ലിസിന് വേണ്ടി തടിച്ചു കൂടുന്ന അവസ്ഥ നോക്കിയാൽ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എല്ലാം സമമാണ്. ബഹുമാനമുള്ളവരെ, നമ്മൾക്ക് അല്ലാഹു തആല കൽപ്പിച്ചത് നമസ്കരിക്കാൻ കൽപ്പിച്ചു. നമസ്കരിക്കാൻ കൽപ്പിച്ച അള്ളാഹുവിന് അതേ പായയിൽ ഇരുന്ന്, അതേ സ്ഥലത്ത് ചന്തി ഉറപ്പിച്ച് ഇരുന്ന് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ധാരാളം മതിയാകുന്നതാണ്. ഇതുപോലെയുള്ള മജ്ലിസിന് ആളെ വിളിച്ചു കൂട്ടുന്നവർ അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി, വിളിച്ചു കൂട്ടുന്നവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകാൻ വേണ്ടി, അതല്ലെങ്കിൽ അവിടെയുള്ള സ്ഥാപനയോ അത് വളരാൻ വേണ്ടി, സ്ഥാപനങ്ങൾ വളരാൻ വേണ്ടിയാണെങ്കിൽ അത് സ്ട്രെയിറ്റായി വിളിച്ച്, നേരെ വിളിച്ച് അതിനുള്ള പിരിവെടുക്കുക എന്നല്ലാതെ ഇവിടെ പ്രാർത്ഥിച്ചാൽ മാത്രമാണ് ഫലം കിട്ടുന്നത് എന്ന് പോലും പറഞ്ഞ് മജ്ലിസുകളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചവരും പഠിക്കാത്ത എല്ലാവരും, വിവരമുള്ളവരും വിവരമില്ലാത്തവരും എല്ലാവരും മജ്ലിസാണ് ഇപ്പോൾ ചെയ്യുന്നത്. അവിടെ തടിച്ചു കൂട്ടുന്ന സ്ത്രീ പുരുഷന്മാരെ കണ്ടാൽ ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യന്മാർക്ക്, ആൾക്കാർക്ക് പഠനമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം സമമാണ്, ഒരു കാര്യവുമില്ല. അത് ഒരു കാര്യമാണെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. ഇവിടെ നമ്മൾ സംസാരിക്കാൻ വന്നത് മരണപ്പെട്ടതിൻ്റെ ശേഷം നമ്മുടെ വീടുകളിൽ വരുമെന്ന്. മരണപ്പെട്ടവർ, അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ടെന്ന്, ഒരുപാട് കാര്യങ്ങൾ അന്ധവിശ്വാസത്തിൻ്റെ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഇതിനെ അച്ചടി പോലെ നമ്മുടെ മുസ്ലിം സ്ത്രീകളും അതുപോലെ ഉസ്താദ് എന്ന് ബഹുമാനിക്കുന്നവരും, ഇത് ശരിയാണോ തെറ്റാണോ അതല്ല വിഷയം, ഉസ്താദല്ലേ പറഞ്ഞത് എന്നുള്ള ബഹുമാനം കൊണ്ട് അവർ അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചാൽ, അതുകൊണ്ട് ആ മരണപ്പെട്ടവർ വരുന്നു എന്ന് കരുതി ഇവർക്ക് വേണ്ട പോലെ അവരെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാക്കുന്ന വീട്ടിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതുപോലെ അസുഖങ്ങൾ, അതുപോലെ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം മരണപ്പെട്ടവരെ കൊണ്ട് നമുക്കുണ്ടാകുന്നത് എന്ന് പോലും വിശ്വസിക്കാൻ ഒരു കാരണമാകും. അതുകൊണ്ടാണ് അങ്ങനെ വിശ്വസിച്ചാൽ ഇവരെന്താണ് ചെയ്യുന്നത്, ധാരാളം ആൾക്കാർ ഇതുപോലെയുള്ള മജ്ലിസുകൾ പോയി പറയും. കൂടാതെ അതുപോലെ ചെയ്താൽ ആ മജ്ലിസുകളിലേക്ക് പോയാൽ അവിടുത്തെ ഉസ്താദോ തങ്ങളോ നല്ല രീതിയിൽ വയറ് നിറക്കും, നല്ല രീതിയിൽ കാർ വാങ്ങും, നല്ല രീതിയിൽ വീടെടുക്കും. ഇവൻ്റേതായിരിക്കുന്ന ഈ സംശയവും ഇവൻ്റെ രോഗവും അത് പോകാനില്ല, അത് അള്ളാഹു തന്നെ മാറ്റി കൊടുക്കണം. വിശ്വാസം അവിടെ വരെ എത്തുമെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. കൂടാതെ അതും പോരായ്മ കൊണ്ട് പിന്നെ ഇവർ പോകുന്നത് കന്യന്മാരുടെ അടുത്തോ മന്ത്രവാദികളോ കുതന്ത്രവാദികളോ കള്ളമന്ത്രവാദികളുടെ അടുത്ത് പോയി ചെയ്യുന്ന കാര്യങ്ങൾ, കുറേ അമ്പലങ്ങളിൽ പോലും പോയി നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവർ എന്താണ് പറയുന്നത്, മരണപ്പെട്ടവർ വന്നതോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ആ മരിച്ചിട്ടുണ്ട്, ഇവിടെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ കാര്യവും മനസ്സിൽ വെച്ചും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. മരണപ്പെട്ടവർ എന്നുള്ള ആ കാര്യവും മനസ്സിൽ വെച്ചും കൊണ്ട് അതിൻ്റെ ഇതായിരിക്കുന്ന പഠനത്തിലും അതിൻ്റെ മരുന്നിൻ്റെതും അതിന് ചെയ്യുന്നതായ കാര്യങ്ങളും അവർ പറയുന്ന എല്ലാ കുന്ത്രാണങ്ങളും ചെയ്തുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാനുള്ള കാരണമാകുമെന്നാണ് ഞാൻ പറയുന്നത്. നല്ലപോലെ ചിന്തിക്കണം മനുഷ്യന്മാരെ, വിശ്വാസികൾ നല്ലപോലെ ചിന്തിക്കണം, നല്ലപോലെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതുപോലെയുള്ള ഈ ഓൺലൈൻ കാലത്ത്
ഇവർ പറയുന്ന കാര്യങ്ങൾ അത് ഹദീസിലുണ്ടോ ഖുർആനിലുണ്ടോ, അത് അതിൻ്റെതായിരിക്കുന്ന ഒരു രീതിയും അതിൻ്റെ പഠനവും അതിൻ്റെ യാഥാർത്ഥ്യവും പഠിക്കേണ്ടതും പറയേണ്ടതും അത് ആലിമികളാണ്, അവരാണ് ചർച്ച ചെയ്യേണ്ടത്. എങ്കിലും ഇപ്പോഴൊരു യൂട്യൂബ് കാലമായതുകൊണ്ടും എല്ലാവരും കാണുന്നു, കേൾക്കുന്നു, അതിനെ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ബുദ്ധിമുട്ടാകുന്നത് ആർക്കാണ്? മുസ്ലിം സമുദായത്തിന്. അതുപോലെ വിദ്യാഭ്യാസമില്ലാത്തവരും സ്ത്രീകളുമാണ് കെട്ടിയെടുക്കുന്നത്. എല്ലായിടത്ത് പോയാലും സ്ത്രീകളാണ്. സ്ത്രീകൾ അവരുടേതായിരിക്കുന്ന പ്രോബ്ലംസ് തീരാനേ ഇല്ല. എത്ര തങ്ങന്മാരുണ്ടെങ്കിലും എത്ര മജ്‌ലിസുകളുണ്ടെങ്കിലും എല്ലാം അവിടെയാണ്. മജ്‌ലിസ് വീട്ടിലാരും ഇരിക്കാറില്ല. അതാണ് ഇത്രയെല്ലാം പറയുന്ന ഉസ്താദന്മാർ ചിന്തിക്കുന്നില്ല. അവരവരുടെ ലാഭത്തിന് അവർ വിളിച്ചതിന് എന്തെങ്കിലും പറയണമല്ലോ, പറയണം, കാശ് കിട്ടണം, വാടക, അതുപോലെ വന്നതായിരിക്കുന്ന വണ്ടി വാടക, കൂലി, എല്ലാം വന്ന ആളുടെ ശമ്പളം എല്ലാം അഡ്ജസ്റ്റ് ആകണമല്ലോ. അവരുടെ ഒരു ബിസിനസ്സാണത്. അതുകൊണ്ട് എന്താണ് ആവശ്യമുള്ളത് അത് മാത്രം പറഞ്ഞവർ പോകുന്നതല്ല സഹോദരന്മാരെ. ജനങ്ങളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ഓരോ പ്രസംഗങ്ങൾ, ഇതൊരു പള്ളിമുറ്റത്തോ പള്ളിയുടെ അകത്തോ ആ പരിസരത്ത് മാത്രം ആൾക്കാർ പണ്ടൊക്കെ കേട്ടിരുന്നത്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ കോടികൾ കാണുന്നു, അത് അന്ത്യനാൾ വരെ കാണുന്നു. ഇപ്പോഴൊരു നമ്മുടെ വീഡിയോ ഒരു 100 ആൾ വേണമെങ്കിൽ കാണട്ടെ, അത് ഈ യൂട്യൂബ് എത്ര കാലമുണ്ടോ അത്ര കാലവും കാണുന്നതാണ്, കേൾക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും പറയുമ്പോഴും ശ്രദ്ധ വേണം. നമ്മുടെ ലാഭം മാത്രം കണക്ക് കൂട്ടി നമ്മൾ പറഞ്ഞാൽ അത് ആർക്കും ഉപകാരവുമില്ല. അതുകൊണ്ട് ഉപദ്രവമേ ഉള്ളൂ, അതുകൊണ്ട് ശല്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും വലിയതായിരിക്കും ഉസ്താദന്മാർ, വലിയ വലിയ ദർജയിലുള്ള ഉസ്താദന്മാർ, ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുന്ന ഉസ്താദന്മാരാണ്. ശരിയാണ്, ഞാനും ബഹുമാനിക്കുന്നുണ്ട്, എനിക്കും ബഹുമാനമുണ്ട്, എനിക്കും അറിയാം ഉസ്താദന്മാർ എന്ത് എന്ന് പറഞ്ഞാൽ. അവരെപ്പറ്റി എല്ലാം അറിയാം. എങ്കിലും പറയുമ്പോൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി അത് ഏതോ ഒരു മന്ത്രവാദിക്ക് ലാഭമുണ്ടാക്കുന്ന കാര്യം ഉണ്ടായാൽ കഷ്ടമാണ്. പിന്നെ മുസ്ലിം സമുദായം ഇബാദത്തെടുക്കാൻ വേണ്ടി, വീട്ടിൽ ഖുർആൻ ഓതാൻ വേണ്ടി, നമസ്കരിക്കാൻ വേണ്ടി പറയുന്ന രീതി അത് വേറെയുണ്ട്, അതിൻ്റെ പഠനം വേറെയാണ്, അത് നിങ്ങൾക്കറിയാം. അതുപോലെ മയത്തിൽ പറഞ്ഞാൽ മതി, ഇബാദത്തെടുക്കുന്നവനെടുക്കും, അള്ളാഹു സ്വീകരിക്കും. അതെല്ലാം അവരവരുടെ കണക്ക്, ഓരോരുത്തരുടെ കണക്ക്, അത് അള്ളാഹുവിൻ്റെ കണക്കാണ്. നമ്മളൊന്നും അതിൽ ഇടപെട്ട് കാര്യമില്ല. നമ്മൾ പറയാം, സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ എന്ന് മാത്രം കരുതാം എന്നല്ലാതെ എല്ലാവരെയും നമ്മൾ അതിലേക്ക് വലിച്ച് അവരെ ഛിന്ന ഭിന്നമാക്കി വിടുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പറയുന്നതിന് നല്ല രീതിയിൽ പറയലാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത്രയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.